1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മലപ്പുറം ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന പ്രധാന കണ്ണികളായി അതിഥി തൊഴിലാളികൾ മാറുന്നു. നിലമ്പൂരിലും മഞ്ചേരിയിലുമായി എക്സൈസ് ഒറ്റ ദിവസം പിടികൂടിയത് 36 കിലോ കഞ്ചാവ്. വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിലാണ് ബംഗാൾ സ്വദേശികളായ 3 പേരിൽ നിന്ന് വലിയ അളവിൽ കഞ്ചാവ് പിടികൂടിയത്. 3 പേരെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ കാലാഹസ്ര വില്ലേജിലെ അനു സിംഗ്, സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബാസന്തി താലൂക്കിലെ മാനസഖാലി വില്ലേജിലെ മിലൻ സിംഗ്, നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ശ്യാംനഗർ കൌഗാച്ചിയിലെ സാബൂജ് സിക്താർ എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘവും ജനമൈത്രി എക്സൈസ് സ്ക്വാഡ്, നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോന്റെ നേതൃത്വത്തിലുള്ള സംഘവും നിലമ്പൂർ എക്സൈസ് റേഞ്ച് വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. ഇന്ന് രാവിലെ നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം KNG റോഡിൽ നടത്തിയ പരിശോധനയിലാണ് 2 പ്രതികളെ പിടികൂടിയത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഷോൾഡർ ബാഗിൽ നിന്ന് 15.81 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ഇവരുടെ മൊഴി അനുസരിച്ച് മഞ്ചേരി നറുകര വില്ലേജിലെ കോഴിക്കോട്ട് കുന്നിലുള്ള വാടകമുറിയിൽ നടത്തിയ പരിശോധനയിൽ 20.29 കിലോഗ്രാം കഞ്ചാവ് കൂടി പിടിച്ചെടുത്തു. ഇവിടെ നിന്നാണ് സിക്ദറിനെ പിടികൂടിയത്. നിലമ്പൂരിലും മഞ്ചേരിയിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി വിക്രമന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജുമോൻ, നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ TH ഷഫീഖ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ്, പ്രിവന്റീവ് ഓഫീസർമാരായ സുഭാഷ്, ദിനേശ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ്, ആബിദ്, പ്രവീൺ, അഖിൽദാസ്, എബിൻ സണ്ണി, സച്ചിൻ ദാസ്, ഹാഷിർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എഞ്ചലിൻ ചാക്കോ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vanda.